സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകൃഷ്ണ ഗാർഡൻസ് ആൻഡ് ഫാമിൽ സംസാരിക്കുകയാണ്. നമ്മുടെ കോഴികൾക്ക് തീറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇതുപോലെ 4 പ്ലേറ്റിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പുറത്തും പല സ്ഥലങ്ങളും ഇതുപോലെ കോൺക്രീറ്റുള്ള സ്ഥലത്ത് ഇട്ട് കൊടുക്കും. ഇതിലെന്തൊക്കെ മിക്സ് കഴിഞ്ഞാൽ മഞ്ഞച്ചോളം മാവുണ്ട്, ഗോതമ്പ് പൊട്ടത്തോടുണ്ട്, ലെയർ മേഷുണ്ട്, കമ്പുണ്ട്, ചോളമുണ്ട്. ഇതുപോലെ പലതും മിക്സ് ചെയ്ത് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക്, ഇതുപോലെ പലതും മിക്സ് ചെയ്തിട്ടാണ് ഒരു മിക്സ്ഡ് ഫുഡാണ്. കുതിർത്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം അവർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് അടയ്ക്കുന്നതുകൊണ്ട് നല്ലപോലെ വെള്ളത്തിൽ കുത്തി കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് വരുമ്പോൾ കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പോൾ ഭക്ഷണം വേണ്ടി കാത്തിരിക്കണം. കണ്ടില്ലേ, അവരൊക്കെ ടോപ്പ് റൂഫിലാണ് ഇരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലൊക്കെ ഉണ്ട്, ഫസ്റ്റ് ഫ്ലോറിലുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിലുണ്ട്. എല്ലാവരും മുകളിലും താഴെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇപ്പം ഞാൻ തുറന്നു വിടാൻ പോവാണ്. തുറന്നു വിട്ട് കഴിഞ്ഞാൽ എല്ലാം അടിച്ചു പിടിച്ച് പുറത്തേക്ക് വരും. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇത് ലെഫ്റ്റ് സൈഡിലുള്ളത് സോനാലിയാണ്, അതേപോലെ റൈറ്റ് സൈഡിലുള്ളതും സോനാലിയാണ്. അത് ഉള്ളിൽ തന്നെ ലോക്കലായിട്ടാണ് ഇരിക്കുന്നത്. നല്ല പേര് ഓക്കെ, കണ്ടില്ലേ, സോനാലി കോഴിയിലാണ് ഇവിടെ ഇരിക്കുന്നത്. അവരൊന്നും ഇപ്പോൾ പുറത്തു വിടുന്നില്ല. ഇപ്പം നമ്മുടെ മെയിൻ ഷെഡിനകത്ത് ഇരിക്കുന്ന അസീലാണ്. അപ്പോൾ അവരാണ് പുറത്തു വിടാൻ പോണത്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അവർക്കുള്ള എൻട്രൻസ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇവരെല്ലാം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. പുറത്തേക്ക് വരാനുള്ള ഭയങ്കര തയ്യാറെടുപ്പും ഭയങ്കര ആർത്തിയിലിരിക്കുകയാണ്, ഭയങ്കര ഫോഴ്സിലേക്കിരിക്കുകയാണ്. തുറന്ന് സുഹൃത്തുക്കളെ അപ്പോൾ കണ്ടോളൂ, നമ്മുടെ അസീലെല്ലാം പുറത്തു വരാൻ തയ്യാറെടുപ്പിലാണ് നമ്മൾ ഭക്ഷണം അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം തുറന്ന് നേരിട്ട് അങ്ങോട്ട് പാഞ്ഞു പോകണമെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടില്ലേ, അവരൊരു ഭക്ഷണം ഓരോ പ്ലേറ്റിൽ വെച്ചിട്ട് എല്ലാം പായാണ്. ഓരോ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഭക്ഷണം ഉണ്ടോ അവിടെയൊക്കെ പായാണ് അവർ. എല്ലാവരും ഏകദേശം വന്നിനി, 1-2 ആൾക്കാർ വരാനുള്ളത്. അവർ വന്നത്. ഇതാണ് സ്പീഡ് രാവിലെ. അപ്പൊ ഇത് പണിക്കാർ നമ്മൾ നല്ലപോലെ ട്രെയിനിന്റെ അല്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഇത് അത്രയും ആക്രോശത്തോടെ ഭക്ഷണത്തിന് വേണ്ടി വരികയാണ്. നമ്മളെ തല്ലാനും പിടിക്കണമെന്നില്ല, പക്ഷെ ഭക്ഷണത്തിന്റെ ആർത്തിയിലോട് ഇങ്ങനെ ഓടി വരും. അപ്പോൾ ഓടി വരുന്ന സമയത്ത് ഇവർക്കെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം ഇവിടെ എടുത്തു വെച്ചിട്ട് സേഫായി തുറന്നുവിട്ടാലും നമുക്ക് സേഫായിട്ട് വരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ മീതി ഇങ്ങനെ ചാടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏകദേശം 10-80ഓളം പെടകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒറ്റയടിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നേരത്തെ ഇങ്ങനെ ഭക്ഷണം കെട്ടിവെക്കുന്നതായിരിക്കും നല്ലത്. പൂമരക്കും ഇങ്ങനെ ഓരോ സ്ഥലത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. നമ്മുടെ അവരെപ്പോഴും ഓപ്പണിൽ തന്നെ ആയിരിക്കും. കാരണം പെട്ടെന്ന് ചവിട്ടാൻ വേണ്ടിയിട്ട് അവർ പോകുന്നതൊക്കെ ഓപ്പണിലായിരിക്കും. കുറേ മഴയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നനയുന്നുണ്ട്. ഇവർക്ക് വാലൊക്കെ കുറച്ച് ഡാമേജ് ആയി പോയിരിക്കുകയാണ്. അതിന് കുഴപ്പമൊന്നുമില്ല, കാരണം എല്ലാം മാനേജ് ചെയ്തോളൂ. മഴ പ്രോപ്പറായിട്ട് വാക്സിനേഷൻ ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവരങ്ങനെ മാനേജ് ചെയ്ത് വയ്ക്കോളൂ. ഇവിടെ ഒരു പൂവനുണ്ട്, അതുപോലെ ഇവിടെ ഒരാളുണ്ട്. ഇത്